വേടൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യ വിഷയമാകുന്നു. മൈക്കിൾ ജാക്സണൊപ്പമാണ് വേടൻ്റെ പാട്ടും ഉൾപ്പെടുത്തിയത്. മൈക്കിൾ ജാക്സൻ്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന അതിനൊപ്പമാണ് വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ താരതമ്യ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല BA മലയാളം 4ാം സെമസ്റ്ററിലാണ് വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി സമീർ ബിൻ ഖരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, എന്തായാലും വേടൻ്റെ പാട്ട് നാടും നഗരവും അറിയാൻ പോകുന്നു, പറയൂ. അതേ സ്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA മലയാളം പേപ്പറിൻ്റെ 4ാം സെമസ്റ്ററിലാണ് വേടൻ്റെ പാട്ടും കൂടി ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കലാപഠനം, സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിൻ്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടൻ്റെ പാട്ട് കൂടി സർവകലാശാല ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഈ പാട്ടുകൾ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടൻ്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അസ് എന്ന പാട്ടുമാണ് ഈ താരതമ്യ പഠനത്തിൻ്റെ ഭാഗമായി ഈ പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു മേജർ പേപ്പർ അല്ല, മലയാളത്തിലെ ഒരു മൈനർ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ BA മലയാളം പഠിപ്പിക്കുന്ന കോളേജുകളിൽ പ്രധാനപ്പെട്ട വിഷയത്തോടൊപ്പമുള്ള മൈനർ പേപ്പറിലാണ് ഈ ഒരു പാട്ടും കൂടി പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കേണ്ടി വരില്ല, മറിച്ച് വേടൻ്റെ പാട്ടിനോടൊപ്പം തന്നെ മറ്റു ഓപ്ഷൻസും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വേടൻ്റെ പാട്ട് കൂടി പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിമർശനം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വേടൻ്റെ പാട്ടാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഭൂമി അതിൻ്റെ അവകാശികൾക്ക് നൽകണം, എങ്ങനെ തുടങ്ങിയ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തരുത്, അവർ പ്രതിഷേധത്തെ കേൾക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് വേടൻ ആ പാട്ടിലൂടെ ഉയർത്തുന്നത്.